Hello my dear students, welcome to Imaginous Academy. This is Afzal Halif. Today we are going to discuss one of the most important property in fluid mechanics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഇല്ല എങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റേ ഇല്ല. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ളത്. ഓക്കെ, ഓർ വി ക്യാൻ സേ this property is known as king of all other properties in fluid mechanics. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എന്തൊക്കെ പ്രോപ്പർട്ടികളുണ്ടോ ആ പ്രോപ്പർട്ടികളുടെയൊക്കെ രാജാവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി. സോ ടുഡേയ്സ് ഡിസ്കഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യാനോ പാടില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം എയറിലൂടെ നടക്കുകയാണ്. ഞാനിപ്പോൾ നടക്കുന്നത് എയറിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഈസിയാണ് നമുക്ക് എയറിലൂടെ നടക്കാൻ. ഇതേ ഞാൻ സെയിം പേഴ്സൺ വാട്ടറിലൂടെ നടക്കുകയാണ്. അതേ സെയിം പേഴ്സൺ ഓയിലൂടെ നടക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്? എയറിൽ വളരെ ഈസിയാണ്. എയറിൻ്റെ അത്ര ഈസി അല്ല വാട്ടറിൽ നടക്കാൻ. വാട്ടറിൻ്റെ അത്ര ഈസി അല്ല ഓയിൽ നടക്കാൻ. ഓയിലിൽ കൂടുതൽ ഡിഫിക്കൽട്ടി കമ്പയർ ടു വാട്ടർ ഇല്ലേ? സോ ഈ മൂന്ന് ഫ്ലൂയിഡ്സിൽ നടക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇല്ലേ? നമുക്കിവിടെ ആരെ കളയാം? ഞാനിവിടെ എയറിനെ മാറ്റി. നമുക്കത് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എയർ എടുത്തത്. നമുക്കിവിടെ രണ്ട് ലിക്വിഡ്സ് ആയിട്ടുള്ള വാട്ടറും ഓയിലും എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 kg/m³. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഓയിൽ എത്രയായിരിക്കും? ലെറ്റ് ഇറ്റ് ബി 960 kg/m³. 960, 940, 980 അങ്ങോട്ട് കൂടി ചെറിയ വേരിയേഷൻസ് വരാം. ബട്ട് എത്രയാണെങ്കിലും വാട്ടർ 1000 ആണ്, ഓയിൽ 960. വലിയ വ്യത്യാസമില്ല. ദേ ആർ ഓൾമോസ്റ്റ് സെയിം. ഇവരുടെ രണ്ടുപേരുടെ ഡെൻസിറ്റി സെയിം ആണെങ്കിലും ഇവരുടെ രണ്ടുപേരിലും സെയിം പേഴ്സൺസ് നടക്കുമ്പോൾ ആ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി ലെവൽ ഡിഫറെൻ്റ് ആണ്. വാട്ടറിൽ ഒരല്പം എളുപ്പമാണ്, ബട്ട് ഓയിലിൽ അത്ര എളുപ്പമല്ല. കൂടുതൽ ഡിഫിക്കൽട്ടാണ് ഓയിൽ നടക്കാൻ. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ ഈ വാട്ടറിൻ്റെയും ഓയിലിൻ്റെയും ഫ്ലോ ബിഹേവിയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ല ആര്? ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ് ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലും ഫ്ലൂയിഡ് ഫ്ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടാണ്. അതുകൊണ്ട് ആ ഫ്ലൂയിഡ് ഫ്ലോയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, ആ ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യാൻ നമുക്കൊരു പ്രോപ്പർട്ടി ആവശ്യമാണ്. നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആ ഫ്ലൂയിഡ് ഫ്ലോയുമായി റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ആ പ്രോപ്പർട്ടി എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും നമ്മുടെ ഡിസ്കഷൻസ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു പ്ലേറ്റ് എടുത്തു. ഓക്കെ, ഈ പ്ലേറ്റ് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഫിക്സ് ചെയ്തു. ഇതേ സെയിം പ്ലേറ്റ് ഞാൻ എന്ത് ചെയ്തു? മുകളിലെടുത്തു. ബട്ട് അത് ഫ്രീ ടു മൂവ് ആണ്. പ്ലേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താ പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബുക്ക് പോലെ ഇരിക്കും പ്ലേറ്റ്. ഓക്കെ, നിങ്ങളിവിടെ ഈ ബുക്കിന് എന്ത് ഇവിടെ ഇത്രയും ഏരിയ ഉണ്ട്. ദിസ് ഇസ് ദ പ്ലേറ്റ്. നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവൻ്റെ ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് മാത്രമേ കാണുന്നുള്ളൂ. ഒരു ലൈനായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ലൈൻ. ബട്ട് ആക്ച്വലി ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിലാണ് ഞാൻ ആരെ ഫില്ല് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം. അത് വാട്ടർ ആകട്ടെ, ഓയിലാകട്ടെ, അല്ലെങ്കിൽ ഞാനിവിടെ എന്തിനു വാട്ടർ ഫില്ല് ചെയ്യുകയാണ്. ഈ ഏരിയയിലൂടെ ആയിരിക്കും വാട്ടർ നിൽക്കുന്നത്. ഈ പ്ലേറ്റ് അവിടെ ഫിക്സ്ഡ് ആണ്, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അപ്പർ പ്ലേറ്റ് അങ്ങനെയല്ല, അത് ഫ്രീ ടു മൂവ് ആണ്. നമ്മൾ എങ്ങോട്ട് ഫോഴ്സ് എടുക്കുന്നോ അങ്ങോട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താൽ പ്ലേറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ പ്ലേറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യും. സോ ദ അപ്പർ പ്ലേറ്റ് ഈസ് ഫ്രീ ടു മൂവ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഞാൻ ആരെ ഫില്ല് ചെയ്തു? ഒരു ഫ്ലൂയിഡ്, ലെറ്റ് ഇറ്റ് ബി വാട്ടറിന് ഞാൻ ഫില്ല് ചെയ്തു. ഓക്കെ, ബട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ അപ്പർ പ്ലേറ്റിനെ മൂവ് ചെയ്യിപ്പിക്കും. മൂവ് ചെയ്യുമ്പോഴുള്ള ഒബ്സർവേഷൻസ് നമുക്കിവിടെ നടത്തണം. മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഫ്ലൂയിഡ്സിന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം, ആ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇതിനകത്തുള്ള എല്ലാ വാട്ടർ മോളിക്യൂൾസും ഞാൻ എടുക്കുന്നില്ല. ഒരു പ്ലെയിൻ എടുക്കുന്നു. ആ പ്ലെയിനിൽ കിടക്കുന്ന ഒരു 2 to 3 അല്ലെങ്കിൽ 3 to 4 നമ്പർ ഓഫ് മോളിക്യൂൾസ് മാത്രം ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഒരു മോളിക്യൂൾസ് അവിടെ കിടക്കുകയാണ്, ഈ ലോവർ പ്ലേറ്റുമായി ചേർന്ന് കിടക്കുകയാണ്, അറ്റാച്ച്ഡായി കിടക്കുകയാണ്. ഞാൻ അവൻ എന്ത് വിളിച്ചു? 0. ഈ പ്ലെയിനിൽ കിടക്കുന്ന ഫ്ലൂയിഡ് മോളിക്യൂൾസാണ് ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത്. തൊട്ട് മുകളിലൊരു ഫ്ലൂയിഡ് മോളിക്യൂൾസ് ഉണ്ട്, ഞാൻ എന്നെ 1 എന്ന് വിളിച്ചു. അതിൻ്റെ മുകളിൽ ഫ്ലൂയിഡ് മോളിക്യൂൾസ് ഉണ്ട്, ഞാൻ 2 എന്ന് വിളിച്ചു. 3 എന്ന മോളിക്യൂൾ എന്ത് ചെയ്യുകയാണ്? ഈ അപ്പർ പ്ലേറ്റുമായി അറ്റാച്ച്ഡായി കിടക്കുകയാണ്. ഇനി ഈ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കണ്ടീഷൻ ഫോർ നോ സ്ലിപ്പ്.
എന്താണ് നോ സ്ലിപ്പ് എന്നുള്ളത് മനസ്സിലാക്കണം. ഏതൊരു ഫ്ലൂയിഡും ഒരു സോളിഡ് സർഫസുമായി സോളിഡ് സർഫസുമായി കോൺടാക്റ്റിൽ വന്നാൽ ആ സോളിഡ് സർഫസുമായി ചേർന്ന് കിടക്കുന്ന ഒരു മൈക്രോൺ ലെയർ തിക്നെസ് ഉള്ള ഫ്ലൂയിഡ് ലെയർ എന്ത് ചെയ്യും? ആ സർഫസിൽ കയറി അറ്റാച്ച്ഡ് ആയി പോകും. ഓക്കെ, ആ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്ലേറ്റിൻ്റെ, ആ സോളിഡ് സർഫസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കുമോ അതേ വെലോസിറ്റി ആയിരിക്കും ആ ഫ്ലൂയിഡ് ലെയറിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ. ആ പ്ലേറ്റ് റെസ്റ്റിലാണെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. ആ പ്ലേറ്റ് മൂവിങ്ങിലാണെങ്കിലോ അതേ പ്ലേറ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കും അതുമായി ചേർന്ന് കിടക്കുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൺലി ഗോഡ് ക്യാൻ ക്രിയേറ്റ് സച്ച് എ പെർഫെക്റ്റ്ലി സ്മൂത്ത് സർഫസ്. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരിക്കലും പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര സ്മൂത്ത് ആണെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്താൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഹിൽസ് ആൻഡ് വാലീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ഹിൽസ് ആൻഡ് വാലീസ് ഉണ്ടെങ്കിൽ ആരും ട്രാപ്ഡ് ആയി പോകും, വാട്ടർ മോളിക്യൂൾസ് ട്രാപ്ഡ് ആയി പോകും. അപ്പോൾ ആ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ സർഫസിൻ്റെ പുറത്ത് സ്ലിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ആർക്കാണ് സ്ലിപ്പ് ചെയ്ത് പോകാൻ പറ്റത്? ഈ സർഫസുമായി ചേർന്ന് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ 0 എന്ന മോളിക്യൂൾ എന്ത് ചെയ്യും? ഈ ലോവർ പ്ലേറ്റിൽ അറ്റാച്ച്ഡ് ആണ്. 3 എന്ന മോളിക്യൂൾ അപ്പർ പ്ലേറ്റിൽ അറ്റാച്ച്ഡ് ആണ്. ഞാൻ എന്ത് ചെയ്തു? അപ്പർ പ്ലേറ്റിന് ഒരു ഫോഴ്സ് കൊടുത്തു. ലെറ്റ് F ഈസ് ദ ഫോഴ്സ്. ഒരു F എന്നൊരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ പ്ലേറ്റ് എന്ത് ചെയ്യും? ഈ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും വിത്ത് എ വെലോസിറ്റി v എന്ന വെലോസിറ്റിയിലായിരിക്കും ആ പ്ലേറ്റ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് ടൈം dt, ഞാൻ ഇവനെ ഒരു dt ടൈം ഒബ്സർവ് ചെയ്തു. dt ടൈം ഒബ്സർവ് ചെയ്തപ്പോൾ ഈ 3 എന്ന പൊസിഷനിൽ കിടക്കുന്ന മോളിക്യൂൾ ഇവിടെ എത്തി, പുതിയ പൊസിഷനിലെത്തി 3'. കറക്റ്റ് 3യിൽ നിന്ന് dt ടൈം ആയപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ 3 എന്ന മോളിക്യൂളോട്, 3യിൽ കിടക്കുന്ന മോളിക്യൂളോട് എത്തി 3'ലെത്തി. ഓക്കെ, ഞാനത് ചേർത്തൊന്ന് വരച്ചോട്ടെ. 2ലുള്ള മോളിക്യൂളോട് എത്തി 2', 1ലുള്ള മോളിക്യൂളോട് എത്തി 1'. ബട്ട് 0യിൽ കിടക്കുന്ന മോളിക്യൂൾ അവിടെ തന്നെ കിടക്കുക, കാരണം ലോവർ പ്ലേറ്റ് ഫിക്സ്ഡ് ആണ്. ലോവർ പ്ലേറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 ആയതുകൊണ്ട് ആ മോളിക്യൂളിൻ്റെ വെലോസിറ്റിയും എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ, ബിക്കോസ് ഓഫ് കണ്ടീഷൻ ഫോർ നോ സ്ലിപ്പ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നറിയുമോ? ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടോ? ഈ 2 to 2', 1 to 2, 1 to 1', ഇത്രയും മോളിക്യൂൾസിന് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇങ്ങോട്ട് മാറ്റി ഇന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നു. ഒന്ന് എൻലാർജ് ചെയ്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ആ പൊസിഷൻ. ഞാൻ ഒന്ന് വലുതാക്കി വരച്ചു. ദിസ് ഇസ് 1', ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 2'. നിങ്ങൾക്ക് ഈ 1 to 1' എന്ന ഡിസ്റ്റൻസും 2 to 2' എന്ന ഡിസ്റ്റൻസും ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അറിയാം 2 to 2' ഡിസ്റ്റൻസ് കൂടുതലാണ്, ബട്ട് 1 to 1' ഡിസ്റ്റൻസ് കുറവാണ്. ആരൊക്കെയാണ് ഈ 2 to 2'? 2ൽ കിടക്കുന്ന മോളിക്യൂൾസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 2 to 2'. 1ൽ കിടന്ന മോളിക്യൂൾസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 1 to 1'. ഇൻ എ സെയിം ടൈം രണ്ടുപേരും ട്രാവൽ ചെയ്യാനെടുത്ത സമയം സെയിം ആണ്, ബട്ട് 2ൽ കിടന്ന മോളിക്യൂൾസ് കൂടുതൽ ട്രാവൽ ചെയ്തു, കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. 1ൽ കിടന്ന മോളിക്യൂൾസോ കുറച്ച് ദൂരമേ ട്രാവൽ ചെയ്തു. കാരണം എന്തായിരിക്കും? 1ൽ കിടക്കുന്ന വെലോസിറ്റി കുറവായിരിക്കും, 2ൽ കിടന്ന മോളിക്യൂൾസ് വെലോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടല്ലേ സെയിം സമയത്തിൽ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തായേ പറ്റും? വെലോസിറ്റി കൂടിയേ പറ്റത്തുള്ളൂ. സോ ലെറ്റ് യു ബി ദ എനി ലോക്കൽ വെലോസിറ്റി. അപ്പോൾ ഈ യുവിനെ ആര് ട്രാവൽ ചെയ്ത വെലോസിറ്റി? 1ൽ കിടന്ന മോളിക്യൂൾ ട്രാവൽ ചെയ്ത വെലോസിറ്റി യു വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ 2ൽ കിടക്കുന്ന മോളിക്യൂളിൻ്റെ വെലോസിറ്റി യുവിനെയും കാട്ടി കൂടുതലല്ലേ പറ്റൂ? അത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ 2 to 2' എന്ന ലാർജർ ഡിസ്റ്റൻസ് ഈ സെയിം dt ടൈമിൽ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അവനെന്ത് വിളിച്ചു? ലെറ്റ് ഇറ്റ് ബി u പ്ലസ് du. ഓക്കെ അല്ലേ? സോ ഈ 2 to 2' ഡിസ്റ്റൻസ് ആണ്, 1 to 1' ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി 2 മോളിക്യൂൾസ് ഇൻ dt ടൈം. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം വാട്ട് ഈസ് ഡിസ്റ്റൻസ്? വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ഈ 1 to 1' ട്രാവൽ ചെയ്ത വെലോസിറ്റി യു അല്ലേ? സോ യു ഇൻറ്റു dt. സോ യു ഇൻറ്റു dt ആണ് ഈ ഡിസ്റ്റൻസ്. അതേസമയം 2 to 2' ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത മോളിക്യൂളിൻ്റെ വെലോസിറ്റി എന്താണ്? യു പ്ലസ് du ആണ് വെലോസിറ്റി ഇൻറ്റു ടൈം dt. രണ്ടുപേരും സെയിം ടൈമിലാണ് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. സോ ഇൻറ്റു സെയിം ഡിസ്റ്റൻസ് dt. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് യു ഡി ടി ആണെങ്കിൽ ഇതും യു ഡി ടി ആയാലേ പറ്റത്തുള്ളൂ. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ യു ഇൻറ്റു ഡി ടി. ശ്രദ്ധിക്കണേ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂ, യു ഇൻറ്റു ഡി ടി. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ബാക്കിയുള്ളതാണ് ഡി യു ഡി ടി. ആ ബാക്കിയുള്ള ഡിസ്റ്റൻസ് അല്ലേ ഈ എക്സ്ട്രാ ഡിസ്റ്റൻസ് ആവേണ്ടത്. സോ ദിസ് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി? ഡി യു ഡി ടി ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ കൂടുതൽ
ഡെപ്തിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ശ്രദ്ധിക്കണം, ഈ 1 to 2 എന്ന കറക്റ്റ് ഒരു പ്ലെയിനായിട്ട് ഒരു വെർട്ടിക്കലായിട്ട് കടന്നിരിക്കുന്ന മോളിക്യൂൾ ഇപ്പോൾ എവിടെ എത്തി? ഒരു യു ഡി ടി എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? ഒരു അല്പം ആംഗുലാർ ഡിഫോർമേഷൻ സംഭവിച്ചു. ആ ആംഗുലാർ ഡിഫോർമേഷൻ ഞാൻ എന്ത് വിളിച്ചോട്ടെ? ലെറ്റ് ഇറ്റ് ബി ഡി തീറ്റ ഈസ് ദ ആംഗുലാർ ഡിഫോർമേഷൻ ഇൻ ഡി ടി ടൈം. ഡി ടി ടൈം കൊണ്ട് ഡി തീറ്റ ആംഗുലാർ ഡിഫോർമേഷൻസ് എന്ത് പറ്റി? ഈ 1 to 2 എന്ന മോളിക്യുലാർ എലമെൻറ്റിന് സംഭവിച്ചു. ഓക്കെ, ഞാൻ ഈ ട്രയാങ്കിൾ മാത്രം എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യുക. ഈ ട്രയാങ്കിൾ മാത്രം. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഡി തീറ്റ കണ്ടുപിടിക്കാൻ പോകണം. സോ ടാൻ ഓഫ് ഡി തീറ്റ ഈസ് ഈക്വൽ, വാട്ട് ഈസ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ 1 പ്രൈം എന്ന ലെയറും 2 പ്രൈം എന്ന ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഡി വൈ എന്ന് വിളിച്ചോട്ടെ. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി ഡി വൈ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെയർ ഓഫ് മോളിക്യൂൾസ്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? ഡി യു ഡി ടി. സോ ഡി യു ഡി ടി ഡിവൈഡഡ് ബൈ ഡി വൈ. ബട്ട് ഇൻ അവർ ഹോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് അവർ ഡി തീറ്റ ഈസ് ഓൾവേസ് നെഗ്ലിജിബിളി സ്മോൾ. ഈ ആംഗുലാർ ഡിഫോർമേഷൻ വളരെ ചെറിയ ആംഗുലാർ ഡിഫോർമേഷൻസിനുള്ള ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സിലെല്ലാം നടത്തുന്നത്. സോ ഹിയർ ദിസ് ഡി തീറ്റ ഈസ് വെരി സ്മോൾ. സിൻസ് ഡി തീറ്റ ഈസ് സ്മോൾ, നമുക്ക് എന്ത് ചെയ്താം? ദിസ് ടാൻ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി തീറ്റ. ഇതെല്ലാം നമ്മളെ സിമ്പിൾ മാത്തമാറ്റിക്സിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഈ ടാൻ ഡി തീറ്റ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ടാൻ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു ഡി യു ഡി ടി ഡിവൈഡഡ് ബൈ ഡി വൈ. ഈ ഡി ടിക്ക് താഴെ കൊണ്ടുവരട്ടെ. സോ ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷനാണ്. വാട്ട് ഈസ് ഡി തീറ്റ? Angular deformation of fluid molecules in time dtt. Any parameter with respect to time is known as rate of that parameter. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഈ ഡി തീറ്റ ബൈ ഡി ടി വിളിക്കുന്ന പേരാണ് ആംഗുലാർ റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻസ്. വെറും ഡി തീറ്റ, സിംപ്ലി ഡി തീറ്റ ആരാണ്? ആംഗുലാർ ഡിഫോർമേഷൻ. സോ ഡി തീറ്റ ബൈ ഡി ടി ഈസ് വാട്ട്? റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ, ഓർ മറ്റൊരു പേരും കിട്ടും, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. വൈ ദിസ് ഇസ് ഷിയർ സ്ട്രെയിൻ? ബിക്കോസ് ഈ എഫ് എന്ത് ഫോഴ്സാണ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്, ഒരു ഷിയർ ഫോഴ്സ്. ഈ ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി തീറ്റ. അതുകൊണ്ട് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ബട്ട് വാട്ട് ഈസ് ഡി യു ബൈ ഡി വൈ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഫ്ലൂയിഡ് മെക്കാനിക്സ്. Change of any parameter with respect to position is known as gradient. Here, what is u? Velocity. So change of velocity u with respect to position y is velocity gradient. Velocity gradient. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഡി തീറ്റ ബൈ ഡി ടി ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ ആണോ, ലെസ് ദാൻ ഡി യു ബൈ ഡി വൈ ആണോ, ഗ്രേറ്റർ ദാൻ ഡി യു ബൈ ഡി വൈ ആണോ, നൺ ഓഫ് ദി എബവ് ആണ് ചോദിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നാണ്. അതായത് റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻസും വെലോസിറ്റി ഗ്രേഡിയൻറ്റും ഒന്നാണെന്നുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? നമുക്ക് ഇനിയും ഒരു സ്റ്റെപ്പും കൂടെ മുമ്പിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ 2 കേസ് എടുക്കുക. ഓക്കെ, 2 കേസസ്. ഈ രണ്ടിനും ആരുണ്ട്? ഞാൻ ഫ്ലൂയിഡ്സ് ഫിൽ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി വാട്ടർ. ശ്രദ്ധിക്കണം, രണ്ടും സെയിം പ്ലേറ്റാണ്, സെയിം ഫ്ലൂയിഡുമാണ്. ഞാൻ ഈ അനാലിസിസ് നടത്തുന്നത് ശ്രദ്ധിക്കണം. സെയിം ഫ്ലൂയിഡ് പ്ലസ് സെയിം പ്ലേറ്റ്. സെയിം പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഈസ് സെയിം അല്ലേ? പ്ലേറ്റ് സെയിം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏരിയ സെയിം ആണ്. ഞാൻ എന്ത് ചെയ്തു? ഈ അപ്പർ പ്ലേറ്റിൽ, ദിസ് ഇസ് കേസ് 1. ഓക്കെ, ഈ കേസ് 1ൽ ഞാൻ എന്ത് ചെയ്തു? F1 എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. കേസ് 2ൽ അപ്പർ പ്ലേറ്റിൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്തു? F2 എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. റിമെമ്പർ, ദിസ് ഫോഴ്സ് F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. F2 കൂടുതലാണ്, F1 കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഉള്ള ഇതേ നേരത്തെ ഒരു പ്ലെയിൻ എടുത്തു. ഈ ഡിഫോർമേഷൻ നടക്കുന്നതിന് മുമ്പുള്ള 2 കേസിലും ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഒരു പ്ലെയിൻ വാട്ടർ എലമെൻ്റ് എടുത്തു. ഈ F1 ഫോഴ്സ് കാരണം എന്ത് ചെയ്തു? ഇവൻ ഡി തീറ്റ ദൂരം എന്ത് ചെയ്തു? ഡിഫോം ചെയ്തു. ഈ F2 ഫോഴ്സ് കാരണം കണ്ടോ ഇവൻ ഇത്രയും ദൂരം എന്ത് ചെയ്തു? ഡിഫോം ചെയ്തു. എന്തുകൊണ്ട് ഇവിടെ ഡി തീറ്റ കൂടാൻ കാരണം? ഇറ്റ് ബി ഡി തീറ്റ 1,
let it be d theta 2. Why? Because d theta is angular deformation. Deformation ആണ്. ഈ ഡിഫോർമേഷൻ കാരണമാരാണ് ഈ ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ കൂടുതൽ ഡിഫോർമേഷൻ. ഇവിടെ F2 കൂടുതലല്ലേ, സോ F2 ഒന്ന് ഹയർ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടുത്തെ ഡിഫോർമേഷൻ കൂടുതലായിപ്പോയി. ഈ F2നെ കാട്ടി കുറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ആർക്കുള്ളത് F1 എന്നുള്ളത്. സോ ഇവിടുത്തെ F1 കുറവാണ്, അതുകൊണ്ട് ഇവിടുത്തെ d theta എന്ന ആംഗുലാർ ഡിഫോർമേഷൻ ചെറുതാണ്. ക്ലിയർ അല്ലേ? ഈ രണ്ട് ഒബ്സർവേഷനും സെയിം ടൈം, എന്ത് ടൈം? ഇതേപോലത്തെ ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് d t ടൈമിൽ നടക്കുകയാണ്. സോ ഹിയർ in this case d theta 1 by dt is less. ഓക്കെ അല്ലേ? ഇവിടെ എന്താണ്? d theta 2 by dt is large. Why this is large? Because of this higher force F2. Okay, so ഈ രണ്ട് കേസുകൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. Deformation or this rate of angular deformation is proportional to force F. ശരിയല്ലേ? So this F is proportional to d theta by dt എന്ന് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഷിയർ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ സ്കൂൾ മുതലേ +1 ക്ലാസ് മുതലേ പഠിക്കുകയാണ്. സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. സോ ഷിയർ സ്ട്രെസ് ഈസ് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ കേസുകളിലും പറഞ്ഞിരിക്കുന്ന ഫോഴ്സുകൾ എന്താണ്? ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് അറിയാമല്ലോ, ഇതാണ് പ്ലേറ്റ് എങ്കിൽ, ഇതാണ് നമ്മുടെ പ്ലേറ്റ് എങ്കിൽ, പ്ലേറ്റിന് പാരലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? ഷിയർ ഫോഴ്സ് ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ്. ബട്ട് ഹിയർ area A is same in both the cases. ശരിയല്ലേ? രണ്ട് കേസിലും ഏരിയ സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആരായിരിക്കും? ഫോഴ്സ്. ഓക്കെ അല്ലേ? ഏരിയ കളഞ്ഞു, കാരണം രണ്ടിലും സെയിം പ്ലേറ്റ് ആണ്, സെയിം ഏരിയ. ഇനി നിങ്ങൾ നോക്കൂ, ദിസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു d theta by dt അല്ലേ? സോ നമുക്ക് ഈ എഫിനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു d theta by dt. സോ ദിസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു d theta by dt. കണ്ടോ, നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസെപ്ച്വലി എങ്ങനെ എത്തി? ഹൗ ദിസ് ടൗ ഈസ് പ്രൊപ്പോർഷണൽ ടു d theta by dt എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഈ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് പഠിക്കുമ്പോൾ ഡയറക്റ്റ് ഈ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ടൗ ഈസ് പ്രൊപ്പോർഷണൽ ടു d theta by dt ഓർ ദിസ് d theta by dt ഈസ് ഈക്വൽ ടു ഇത് തന്നെയാണ് du by dy. സോ ടൗ ഈസ് പ്രൊപ്പോർഷണൽ ടു du by dy എന്ന് നിങ്ങൾ ബൈ ഹാർട്ടിങ്. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്, ഇവിടുത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ കൺസെപ്റ്റ്സിനെ ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൺസെപ്റ്റ് സ്ട്രോങ് ആയേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൺസെപ്ച്വൽ എക്സാമ്പിളിലൂടെ എങ്ങനെ ഷിയർ സ്ട്രെസ് d theta by dt പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്കറിയാം, ഈ ഇന്നിക്വാളിറ്റി, ഈ പ്രൊപ്പോർഷണാലിറ്റി മറ്റ് ഇക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും. ശ്രദ്ധിക്കണേ. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഞാനൊരു ഇക്വാലിറ്റി കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കും. ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഞാൻ എന്ത് വിളിച്ചോട്ടെ? മ്യൂ എന്ന് വിളിച്ചോട്ടെ. ദിസ് മ്യൂ ഇൻറ്റു d theta by dt എന്ന് വിളിക്കാമല്ലോ. ഓർ ടൗ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du by dy. ശ്രദ്ധിക്കണേ. മൈ ഡിയർ സ്റ്റുഡൻസ്, ദ കിങ് ഹാസ് അറൈവ്ഡ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ രാജാവ് എന്നറിയപ്പെടുന്ന പ്രോപ്പർട്ടിയുടെ ജനനം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ആൻഡ് ദ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മ്യൂ, ആൻഡ് ദിസ് മ്യൂ ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ഓക്കെ, സോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ജനനം നടന്നതേ ഉള്ളൂ, ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്താണ് നമുക്കിത് പഠിക്കണം. ഇവൻ എങ്ങനെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സ്റ്റഡീസിൽ നമ്മളെ സഹായിക്കുമെന്ന് പഠിക്കണം. നമ്മൾ എന്തിനാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി ഡിറൈവ് ചെയ്യുന്നത്? ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സ്റ്റഡീസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി, നമ്മുടെ അനാലിസിസ് ഈസി ആവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോരോ പ്രോപ്പർട്ടി ഡിറൈവ് ചെയ്യുന്നത്. അതേപോലെ ഈ പ്രോപ്പർട്ടിക്കും എന്തുണ്ട്? ഒരുപാട് റോൾസ് ഉണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്. Let us consider two different fluids, 1 and 2, and let us apply same force F on plates of same area A. ഇവിടെ എന്താ പറയുന്നത്? രണ്ട് പ്ലേറ്റുകളുണ്ട്, രണ്ടും സെയിം പ്ലേറ്റ്, ഐഡൻറ്റിക്കൽ പ്ലേറ്റ്സ് ആണ്. രണ്ടുപേരുടെയും ഏരിയ സെയിം ആണ്. ഈ രണ്ട് പ്ലേറ്റുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സോ രണ്ടും സെയിം ആണ്. ആരാ ഇവിടെ വ്യത്യാസം? രണ്ടും ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ്. ഇത് ഫ്ലൂയിഡ് നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ഫ്ലൂയിഡ് നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ഫ്ലൂയിഡ് നമ്പർ 1, ദിസ് ഇസ് ഫ്ലൂയിഡ് നമ്പർ 2. ഈ ഫസ്റ്റ് കേസിൽ ഞാൻ F എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചെറിയ ഡിഫോർമേഷൻ വന്നു. ഞാൻ ഡിഫോർമേഷൻ മാർക്ക് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി d theta 1. ഓക്കെ, d theta 1 ബി ദ ആംഗുലാർ ഡിഫോർമേഷൻ ഇൻ ദ ഫ്ലൂയിഡ് നമ്പർ 1. അതേ ഫോഴ്സ് ഞാൻ സെക്കൻഡ് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ഡിഫോർമേഷൻസ് വന്നു. എന്തുകൊണ്ടെന്നറിയില്ല, എന്തോ റീസൺ കൊണ്ട് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കുറച്ച് ആംഗുലാർ ഡിഫോർമേഷൻ കേസ് 1 ഞാൻ കാട്ടി, ഫ്ലൂയിഡ് നമ്പർ 1 ഞാൻ കാട്ടി, കൂടുതൽ ഡിഫോർമേഷൻ എനിക്ക് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റി.
ഞാനവിടെ മാർക്ക് ചെയ്തു. വിച്ച് മീൻസ് ഈ രണ്ടും ഒബ്സർവേഷൻ നടക്കുന്നത് സെയിം ടൈം. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം, ഡി ടി എന്ന ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് ഈ രണ്ട് ആംഗുലർ ഡിഫോർമേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് നമ്പർ 1 എന്താ നടക്കുന്നത്? ഡി തീറ്റ 1/dt ഈസ് ലെസ്. കണ്ടോ, കുറച്ച് ഡിഫോർമേഷൻസ് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ ഫ്ലൂയിഡ് നമ്പർ 1 അതേസമയം ഫ്ലൂയിഡ് നമ്പർ 2 നോക്കൂ, അവിടെ എന്താ നടക്കുന്നത്? ഡി തീറ്റ 2/dt ഈസ് ലാർജ്. എന്താണ് ഈ ഡി തീറ്റ? ആംഗുലാർ ഡിഫോർമേഷൻ. ഡിഫോർമേഷൻസ് മീൻസ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ആണ്. കേസ് 1 ഫ്ലൂയിഡ് നമ്പർ 1 ഫ്ലോ ഈസ് ഡിഫിക്കൽട്ട്, ഫ്ലോ ഈസ് നോട്ട് ഈസി. സോ ഡി തീറ്റ 1/dt ലെസ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഫ്ലോ ഈസ് നോട്ട് ഈസി. ഫ്ലോ ഈസ് നോട്ട് ഈസി. ഫ്ലോ ഈസ് നോട്ട് ഈസി മീൻസ് എന്താണ്? ലാർജ് റെസിസ്റ്റൻസ്. ലാർജ് റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസ് കൂടിയോണ്ടാണല്ലോ അവിടെ ഫ്ലോ കുറഞ്ഞിരിക്കുന്നത്. അതേപോലെ സെക്കൻഡ് കേസ് നോക്കൂ, ഇവിടെ ഡി തീറ്റ 2 ഈസ് മോർ ദാൻ ഡി തീറ്റ 1. അതായത് കേസ് 2 ആംഗുലാർ ഡിഫോർമേഷൻസ് കൂടുതലാണ്. ഡി തീറ്റ 2/dt ഈസ് ലാർജ്. അതായത് ഫ്ലോ വളരെ ഈസിയാണ്. ഫ്ലോ ഈസ് ഈസി. ഫ്ലോ ഈസ് ഈസി. ഫ്ലോ ഈസി മീൻസ് ലെസ് റെസിസ്റ്റൻസ്. ലെസ് റെസിസ്റ്റൻസ്. ഇത്രയും കാര്യം നമുക്ക് ഈ രണ്ട് കേസുകൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ കുറച്ച് മുമ്പ് ഡെറൈവ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? ടൗ ഈസ് ഈക്വൽ ടു mu into du divided by dy, or what is du by dy? Du by dy is equal to d theta by dt. ശരിയല്ലേ? ബട്ട് ഈ രണ്ട് കേസിലും പ്ലേറ്റ് സെയിം അല്ലേ? വാട്ട് ഈസ് ഷിയർ സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? രണ്ട് പേരിലും സെയിം ഫോഴ്സ്. എഫ് എന്താണ്? സെയിം ആണ്. രണ്ടിലും സെയിം ഏരിയ ആണ്. അതുകൊണ്ട് ഷിയർ സ്ട്രെസ് ഈസ് സെയിം ഇൻ ബോത്ത് ദ കേസസ്. സെയിം ഇൻ കേസ് 1 and 2. കേസ് 1ലും കേസ് 2ലും ഷിയർ സ്ട്രെസ് സെയിം ആണ്. ടൗ ഈസ് സെയിം. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവരൊന്ന് റീ അറേഞ്ച് ചെയ്തിക്കോട്ടെ. എങ്ങനെ നമുക്ക് റീ അറേഞ്ച് ചെയ്താം? വാട്ട് ഈസ് മ്യൂ? മ്യൂ ഈസ് ഈക്വൽ ടു ടൗ ഡിവൈഡഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? ടൗ ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി. ഈ രണ്ട് കേസിലും ടൗ സെയിം അല്ലേ? സോ ടൗ നമുക്ക് കളയാം. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡി തീറ്റ ബൈ ഡി ടി എന്ന് വിളിച്ചൂടെ? മ്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഡി തീറ്റ ബൈ ഡി ടി. എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ? ഈ ഡിനോമിനേറ്ററിലെ ഡി തീറ്റ ബൈ ടിയുടെ വാല്യൂ കൂടിയാൽ മ്യൂയുടെ വാല്യൂ കുറയും. ശരിയല്ലേ? ഈ മ്യൂയുടെ വാല്യൂ കുറഞ്ഞാലോ, ഈ ഡി തീറ്റ ബൈ ടിയുടെ വാല്യൂ കുറഞ്ഞാലോ മ്യൂയുടെ വാല്യൂ കൂടും. അതല്ലേ കഥ? അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലിൻ്റെ മീനിങ്. ഇനി ഇവിടെ നോക്കൂ, ഫസ്റ്റ് കേസിൽ ഡി തീറ്റ 1/dt ഈസ് ലെസ്. ഡി തീറ്റ ബൈ ഡി ടി ലെസ് ആണെങ്കിൽ മ്യൂയുടെ വാല്യൂ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. വിച്ച് മീൻസ് ഇൻ കേസ് 1 മ്യൂ ഈസ് ലാർജ്. മ്യൂ ഈസ് ലാർജ്. അതേസമയം സെക്കൻഡ് കേസ് നോക്കൂ, ഡി തീറ്റ 2/dt ഈസ് ലാർജ്. ഈ ഡിനോമിനേറ്റർ ലാർജറാണ്. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടിയാൽ മ്യൂയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. സോ ഇൻ കേസ് 2 മ്യൂ ഈസ് ലെസ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ രണ്ട് സാധനങ്ങളും ചേർത്ത് വായിച്ചു നോക്കൂ. ലെസ് റെസിസ്റ്റൻസ്, മ്യൂ ഈസ് ലെസ്. ലാർജ് റെസിസ്റ്റൻസ്, മ്യൂ ഈസ് ലാർജ്. ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മ്യൂ എന്ന വിസ്കോസിറ്റി പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനം എന്താണെന്ന് കിട്ടി? റെസിസ്റ്റൻസ് ടു ഫ്ലൂ. മ്യൂ കേസ് 1 അല്ലെങ്കിൽ ഫ്ലൂയിഡ് നമ്പർ 1 മ്യൂ കൂടുതലാണ്, ഫ്ലൂയിഡ് നമ്പർ 2 മ്യൂ കുറവാണ്. മ്യൂ കൂടിയത് കൊണ്ടാണ് അവിടുത്തെ ഡി തീറ്റ ബൈ ഡി ടി കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡിഫോർമേഷൻ കുറഞ്ഞു പോയത്, ഈ റെസിസ്റ്റൻസ് കൂടിപ്പോയത്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ അല്ലേ? ഈ ഡിഫോർമേഷൻ മീൻസ് ഫ്ലോ അല്ലേ? റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ഒബ്സർവ് ചെയ്താൽ കിട്ടി. ഇനി നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? വിസ്കോസിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ അറിഞ്ഞ സ്ഥിതിക്ക് വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കാൻ പറ്റും. എന്താണ് വിസ്കോസിറ്റി എന്ന ഡെഫിനിഷൻ നോക്കാം. ഞാൻ ആദ്യം ഡെഫിനിഷൻ പറയാം. വിസ്കോസിറ്റി ഇൻഡിക്കേറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ടു ദ അഡ്ജസൻറ്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ്. ഞാനത് പറയാം. Viscosity indicates internal, that is very important, internal resistance offered by one layer of fluid to the adjacent layer of fluid. ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസിൽ ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് അല്ല വിസ്കോസിറ്റി ഓഫർ ചെയ്യുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസി
the word internal resistance offered by one layer of fluid to the adjacent layer of fluid. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കേസ് ഒന്ന് ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഒരു പടം വരച്ചൊരു ഓർമ്മ ഉണ്ടോ തൊട്ട് മുന്നേ? എങ്ങനെയായിരുന്നു ഈ ഡിഫോർമേഷൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഇത് ഫ്ലൂയിഡ് ആരായിരുന്നു? ഇത് ദിസ് ഇസ് 1 ആയിരുന്നു, ഇത് 1 പ്രൈം ആയിരുന്നു, ദിസ് ഇസ് വാട്ട്, ഇത് 2 ആയിരുന്നു, അല്ലെങ്കിൽ ഈ പോയിന്റ് 2 ആയിരുന്നു, ദിസ് ഇസ് 2 പ്രൈം. ഇവിടുത്തെ വെലോസിറ്റി യു ആയിരുന്നെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി യു പ്ലസ് ഡി യു ആയിരുന്നില്ലേ? ശ്രദ്ധിക്കൂ, ഇവർ രണ്ട് പേരും 2 ലെയർ ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അല്പം എൻലാർജ് വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ യു തൊട്ട് മുകളിൽ 2 to 2 പ്രൈമിലെ ലെയർ എന്ത് ചെയ്യുന്നു? യു പ്ലസ് ഡി യു വെലോസിറ്റിയിൽ പോവുകയാണ്. ബട്ട് തൊട്ട് താഴെ ലെയർ എന്ത് വെലോസിറ്റിയിലാണ് പോകുന്നത്? യു വെലോസിറ്റി. അപ്പോൾ ഹയർ വെലോസിറ്റി പോകുന്ന ലെയർ എന്ത് ചെയ്യും? താഴെക്കൂടെ പോകുന്നതിനെ പിടിച്ച് വലിക്കും. ബട്ട് താഴെക്കൂടെ പോകുന്ന ഈ 1 to 1 പ്രൈമിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന് എന്ത് ചെയ്യണം? ലോവർ വെലോസിറ്റി പോകണം. അപ്പോൾ അവൻ തിരിച്ച് വിളിച്ച് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പിടിവലിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ 1 ലെയർ ഓഫ് ഫ്ലൂയിഡ് ടു ദ അഡ്ജസൻറ്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ്. ഇതാണ് കറക്റ്റ് വിസ്കോസിറ്റിയുടെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ വിസ്കോസിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഫ്ലൂയിഡ്സ് ആയിട്ട് നമുക്ക് എടുത്തെടുത്ത് അനലൈസ് ചെയ്യാം.